ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബക്കറ്റ് ചിക്കൻ ആണ്. ഇപ്പോൾ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. സത്യം പറയാലോ, എനിക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഒട്ടും തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് നല്ല നന്നായി വരുന്ന. കാരണം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകുന്നതൊക്കെ. പക്ഷേ ഇത് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാകത്തിന് വേവും അതുപോലെ തന്നെ മസാല ഇതൊക്കെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ഫുൾ ചിക്കൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി ക്ലീനായെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുക ചെയ്തത്, അതിൻ്റെ ബ്ലഡൊക്കെ ഫുള്ള് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പൊടിച്ചതാണ്. അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 2 തണ്ട് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ, ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങയാണ്. പിന്നെ 4 വറ്റൽമുളകും ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ വലുപ്പത്തിലുള്ള 1 ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ വേണം. ഈ വറ്റൽമുളക് ഒരു പാനിലിട്ടിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇത് നമുക്കൊരു ജാറിലിട്ടിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ നമ്മൾ മറ്റ് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഇപ്പം മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും എല്ലാം ഇടുന്നുണ്ട്. അതേപോലെ കറിവേപ്പിലും നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഞാനിവിടെ ഏകദേശം ഒരു 5 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ മസാലപ്പൊടികളും എല്ലാം കൂടെ നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കൂടെ ജാറിലിട്ടിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സായി കിട്ടുകയും ചെയ്യും. അതേപോലെ നമ്മളൊരു മുഴുവൻ ചിക്കനിലേക്കാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അപ്ലൈ ചെയ്യൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ എടുക്കണം. ചിക്കന് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം നല്ലോണം വാർത്തിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മളതിലേക്ക് മസാല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൽ വെള്ളം കയറിയിട്ട് നമ്മളെ മസാല ലൂസായി പോകും, ചിക്കനിൽ പിടിക്കുകയല്ല. അപ്പോൾ ഇനി അതിന് പുറമെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മസാല അതിൽ തേച്ച് പിടിപ്പിക്കുന്നത്. മസാല തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി വരഞ്ഞു കൊടുക്കണം. എങ്കിലേ മസാല ചിക്കനിലേക്ക് നന്നായി ഇറങ്ങി കിട്ടുള്ളൂ, നമ്മൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി വരഞ്ഞു കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ്റെ നല്ല തടിയുള്ള ഭാഗത്ത് വരുന്നിടത്ത് ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പ് കറക്റ്റ് ഉണ്ടോ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഉപ്പിട്ടിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും, ഉപ്പ് അതിൽ മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജാറിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചിക്കനിൽ ഈ മസാല അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും നന്നായി എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മസാല ഈ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായി മസാല ഇറങ്ങി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ ഉൾഭാഗത്ത് അധികം മസാല തേക്കരുത്. അപ്പോൾ വളരെ കുറച്ച് മസാല മാത്രം ഉൾഭാഗത്ത് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മസാല അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നന്നായി മസാല കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ ഒരു കോല് കുത്തി വെച്ചിട്ട് അതിൽ ഈ വാഴൻ്റെ ഇല വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മുള വെട്ടിയിട്ട് അത് കുത്താനൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ ഇത് നല്ല ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് അത് കുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കമ്പി കുത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ കമ്പി കുത്തിയതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, അത് ഒരു ടേസ്റ്റ് മാറ്റം ഒന്നുമില്ല.
പിന്നെ നമുക്കിനി കമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു കമ്പി വെച്ച് കുത്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇനി നൂൽക്കമ്പി വെച്ചിട്ട് ഞാൻ ഈ ചിക്കനെ അതുമ്മൽ നന്നായി പിടിച്ച് ടൈറ്റാക്കി കെട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞാൽ ഊർന്നിറങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നൂൽക്കമ്പി വെച്ചിട്ട് നന്നായി ടൈറ്റായി കെട്ടിക്കൊടുക്കുക. ഞാൻ തലമ്മലും കെട്ടിയിട്ട് കാൽമലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഊർന്നു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ ശ്രമിക്കണം. ഇനി ശേഷം അതൊരു ടിന്ന് വെച്ചിട്ട് കവർ ചെയ്യണം. നിങ്ങളടുത്ത് നല്ല കട്ടിയുള്ള ബക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഒരു ടിന്ന് വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു കോൺക്രീറ്റിൻ്റെ പീസ് എടുത്തിട്ട് വെക്കുന്നുണ്ട്. ഇത് ഈ ടിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ പറമ്പിലൊക്കെ ഉള്ള സാധാ ചെറിയ ചുള്ളിക്കമ്പുകളും ഓലയും അതുപോലെ നമ്മൾ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ടിട്ടാണ് കത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരുപാട് കട്ടിയുള്ള വിറകുകളും മരക്കഷ്ണങ്ങളൊക്കെ ഇട്ട് കത്തിക്കണമെങ്കിൽ അതുപോലെ നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ മാത്രമേ അങ്ങനെ കത്തിക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ കട്ടി കുറഞ്ഞ ടിന്നാണ്. അപ്പോൾ ഒരുപാട് ചൂടങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ചിക്കന് വല്ലാണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓലയും ചുള്ളിക്കമ്പുകളൊക്കെ ആകുമ്പോൾ നന്നായി കത്തി കിട്ടുകയും ചെയ്യും, പക്ഷേ അതിന് ചൂട് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇട്ട് കത്തിച്ചത്. ഞാനിപ്പോൾ ഒരു ഏകദേശം 7 മിനിറ്റ് നന്നായി കത്തിച്ചു. ശേഷം ഒരു 4 മിനിറ്റ് ചെറിയ രീതിയിൽ കത്തിച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റ് ആ കത്തിത്തീർന്ന കനലിൽ തന്നെ കുറച്ച് നേരം 10 മിനിറ്റ് ഞാൻ അതങ്ങനെ വെച്ചു. അതിനുശേഷം മാത്രമാണ് ഞാനത് തുറന്നു നോക്കിയത്. ഇനി നമ്മളതിൻ്റെ കമ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റ് വേവാണ്. പോരാത്തതിന് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ മസാലയിൽ ചിക്കന് നന്നായി എന്താ പറയുക കനലിൽ കിടന്ന് വെന്താലുണ്ടാകുന്ന ഒരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഈ അൽഫാമിനെയൊക്കെ പോലെ ചില ഭാഗത്തൊക്കെ ചെറിയതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷേ ശരിക്കും അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതാണ് ആ കറക്റ്റ് പാകം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കട്ടി കുറഞ്ഞ പാത്രം എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിലും ഒരുപാട് ചൂടുള്ള വിറകൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഈ കട്ടിയുള്ള മരക്കഷ്ണോ അതുപോലെ ചിരട്ട പോലത്തെ ഒന്നും ഇട്ട് കത്തിച്ച് ഉപയോഗിക്കാതിരിക്കുക. അപ്പോഴാണ് ഈ ചിക്കന് കരിഞ്ഞു പോകുന്നത്. അതുപോലെ ഒരുപാട് ടൈം കത്തിക്കാതിരിക്കുക. അവന് നാരങ്ങയെല്ലാം പിഴിഞ്ഞിട്ട് ഏത് ഭാഗത്തുനിന്ന് തുടങ്ങും എന്നുള്ള കൺഫ്യൂഷനിലാണ്. കൈയും കാലും കഴുത്തെല്ലാം പിടിച്ച് വലിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ പിന്നെ എവിടുന്ന് തുടങ്ങുന്ന കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഞാനിവിടെ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്